morning, dear students. Silent prayer. Today's class we start with exercise 3.1. So take your textbook, page 53. So please pause video and take your textbook, open, take page 53, exercise 3.1. Okay, first question. How will you describe the position of a table lamp on your study table to another person? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്ന ടേബിൾ ലാമ്പ് മറ്റൊരാൾക്ക് അതെവിടെ ഇരിക്കുന്നു എന്ന അതിൻ്റെ കൃത്യമായ പൊസിഷൻ പറഞ്ഞു കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ എന്താ XY പ്ലെയിൻ, അവിടെ നമ്മൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആക്സിസ് ഡ്രോ ചെയ്ത് പൊസിഷൻ പറയാനായിട്ട് യൂസ് ചെയ്യുന്നു. അത് കണ്ടുപിടിച്ചത് റേനെ ഡെക്കാർട്ട്സെ ആണെന്ന് പഠിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഈ ടേബിളിലിരിക്കുന്ന ടേബിൾ ലാമ്പിൻ്റെ പൊസിഷൻ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. കൺസിഡർ ദ ലാമ്പ് ആസ് എ പോയിന്റ് ആൻഡ് ടേബിൾ ആസ് എ പ്ലെയിൻ. നിങ്ങളൊരു ടേബിൾ ഇവിടെ കാണുന്നുണ്ട്. ഈ ടേബിൾ നമ്മൾ നമ്മുടെ ഗ്രാഫ് ബുക്കിൻ്റെ പ്ലെയിൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിലെ പ്ലെയിൻ വെറുതെ ഒരു പ്രതലമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ലാമ്പ്, ഇപ്പം ഞാനിവിടെ ഒരു എമർജൻസിയാണ് വെച്ചിരിക്കുന്നത്, ആ പൊസിഷൻ നമ്മൾ ഈ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ടേബിൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് സങ്കല്പിക്കുന്നു. കാർട്ടീഷ്യൻ പ്ലെയിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് സങ്കല്പിക്കുന്നു. അപ്പോൾ ഈ ഒരു കോർണർ അതിൻ്റെ ഒറിജിൻ 0 പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് എടുക്കുക ഒറിജിനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഒറിജിനായിട്ട് എടുക്കുന്നു. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഏതായിരിക്കും? എക്സ് ആക്സിസ്. ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് പോകുന്നത്, ടോപ്പിലേക്ക് പോകുന്നത് Y ആക്സിസ്. ഇനി നമ്മൾ ഈ ടേബിൾ ലാമ്പിനെ നമ്മൾ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കറക്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ എക്സ് ആക്സിസിൽ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ദൂരം മാറിയാണ് ഇത് വരുന്നതെന്ന് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സ്കെയിലോ അല്ലെ ടേപ്പോ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ആ മെഷർ എത്രയാണെന്നുള്ള കറക്റ്റ് അളന്ന് കണ്ടുപിടിക്കുക. ഇപ്പം മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് അളന്ന് കണ്ടുപിടിക്കുക. അതുപോലെ Y ആക്സിസിൽ നിന്ന് എത്ര മാറിയാണ്, ഇപ്പോൾ ഇതല്ലേ Y ആക്സിസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര മാറിയാണ് ഇതിരിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വൈയും കിട്ടും. അപ്പോൾ XY കോമ ഇട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈ ലാമ്പിൻ്റെ പൊസിഷൻ പറയാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊന്നും വരുന്ന ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടി മാത്രം വെറുതെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ. Now second question, street plan. A city has two main roads which cross each other at the center of the city. ഒരു സിറ്റിയിൽ 2 മെയിൻ റോഡ്സ് ഉണ്ട്, അത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നു. These 2 roads are along the north-south direction and east-west direction. So these 2 roads along the north-south and east-west direction. So സിറ്റിയുടെ റോഡാണ് ഈ കാണുന്നത്. ഒരെണ്ണം ഈസ്റ്റ്-വെസ്റ്റ് ഡയറക്ഷൻ കാണുന്നുണ്ടല്ലോ, മറ്റൊന്ന് സൗത്ത് നോർത്ത് ഡയറക്ഷനിലാണ് പോകുന്നത്. അത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത്. ഇനി ആരോ മാർക്ക് എന്തിനായിട്ടിരിക്കുന്നത്? റോഡ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ട് ആരോ മാർക്ക് ഇട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഓക്കെ. All other streets of the city run parallel to these roads and are 200 meters apart. There are 5 streets in each direction. അപ്പം ഇനി ഈ സ്ട്രീറ്റിൽ വേറെ റോഡുകളുണ്ട്. അതായത് നമ്മുടെ മെയിൻ റോഡ് അല്ലെ മെയിൻ ഹൈവേ കൂടാതെ നമുക്ക് ഇഷ്ടംപോലെ പോക്കറ്റ് റോഡ്സ് ഉണ്ട് ഇല്ലേ. അപ്പം ഈ മെയിൻ 2 റോഡ്സ് കൂടാതെ സ്ട്രീറ്റ് റോഡ്സ് ഉണ്ട്, പോക്കറ്റ് റോഡ്സ് ഉണ്ട്. ഈ റോഡ്സ് ഒക്കെ 5 എണ്ണം ഉണ്ട്. അതായത് എത്രയെണ്ണം പറഞ്ഞിരിക്കുന്നത്? 5 സ്ട്രീറ്റ്സ് ഇൻ ഈച്ച് ഡയറക്ഷൻ. 2 ഡയറക്ഷനിലും 5 റോഡ്സ് വെച്ചാണ് ഉള്ളത്. അതായത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലും 5 റോഡ്സ് ഇങ്ങനെ ഈ റോഡിന് പാരലലായിട്ട് പോകുന്നുണ്ട്. അതുപോലെ സൗത്ത് നോർത്ത് ഡയറക്ഷനിൽ ഈ റോഡിന് പാരലലായിട്ട് 5 സ്ട്രീറ്റ് റോഡ്സ് പോകുന്നുണ്ട്. ഇനി ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 200 മീറ്റർ ആണ്. അതായത് ഡിസ്റ്റൻസ് മീൻസ് നമ്മൾ ഒരു സ്ട്രീറ്റ് റോഡ് ഇതിലേ പോയി നെക്സ്റ്റ് സ്ട്രീറ്റ് റോഡുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് 200 മീറ്റർ ആണ്. അത് എല്ലാ സ്ട്രീറ്റ് റോഡ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു അകലം വരുന്നത് ഈ 200 മീറ്റർ തന്നെയാണ്.
Using 1 centimeter equal to 200 meter, draw a model of the city on your notebook. Represent the roads or streets by single lines. അപ്പോൾ നമ്മൾ ഈ 200 മീറ്റർ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നോട്ട്ബുക്കിലേക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? നമ്മൾ സ്കെയിൽ എടുക്കും. അപ്പോൾ ഇവിടെ ഒരു സ്കെയിൽ തന്നിട്ടുണ്ട്. 1 സെന്റിമീറ്റർ 200 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ സ്ട്രീറ്റ് റോഡ്സിന്റെ മെയിൻ റോഡ്സിന്റെ ഒരു മോഡൽ നോട്ട്ബുക്കിൽ ഡ്രോ ചെയ്യണം. നമ്മൾ റെപ്രസെന്റ് ചെയ്യണം റോഡും സ്ട്രീറ്റും സിംഗിൾ ലൈനായിട്ട് സിംഗിൾ ലൈൻ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ലൈനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലും സൗത്ത് നോർത്ത് ഡയറക്ഷനിലും 2 മെയിൻ റോഡ്സ് പോകുന്നുണ്ട്. അത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഈ ഓരോ മെയിൻ റോഡ്സിനും പാരലലായിട്ട് 5 സ്ട്രീറ്റ്സ് റോഡ്സ് ഉണ്ട്. ഈ സ്ട്രീറ്റ് റോഡ്സിന്റെ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ഇനി നമ്മൾ ഇത് പാരലലായിട്ട് ഡ്രോ ചെയ്ത് കാണിക്കണം. സോ മെയിൻ റോഡ്സ് ഓൾറെഡി ആയി. ഇത് നമ്മൾ കറക്റ്റ് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് നമ്മൾ ആ ഗ്രാഫ് ബുക്കിൽ ഡ്രോ ചെയ്തില്ലേ, അതുപോലെ കറക്റ്റ് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ 1 സെന്റിമീറ്റർ ഒക്കെ അളന്ന് വേണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഡ്രോ ചെയ്യുമ്പോൾ കേട്ടോ. സോ നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് റോഡിന് പാരലലായിട്ട് സ്ട്രീറ്റ് 1 റോഡ് ഡ്രോ ചെയ്യുവാണ് കേട്ടോ. സ്ട്രീറ്റ് 1 റോഡ് ഡ്രോ ചെയ്തു. ദിസ് ഈസ് സ്ട്രീറ്റ് 1. ഓക്കെ. ഇനി ഇതേ സെയിം ഡിസ്റ്റൻസ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാവുള്ളൂ. കാരണം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം എത്രയാണ്? 200 തന്നെയാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ഇവിടുന്ന് ഇതേ സെയിം ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് സ്ട്രീറ്റ് 2 ഇവിടെ പാരലലായിട്ട് ഡ്രോ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പേജ് 54 സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ദ അതർ സ്ട്രീറ്റ്സ് ഓഫ് ദ സിറ്റി റൺ പാരലൽ ടു ദീസ് റോഡ്സ് ആൻഡ് ആർ 200 മീറ്റർ അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ പോക്കറ്റ് റോഡ്സും ഈ മെയിൻ റോഡ്സിന് പാരലലായിട്ടാണ്. അത് 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള മെയിൻ റോഡിന് പാരലലായിട്ട് 5 റോഡ്സ് ഈക്വൽ ഡിസ്റ്റൻസിൽ ഡ്രോ ചെയ്തു. സ്ട്രീറ്റ് 1, സ്ട്രീറ്റ് 2, സ്ട്രീറ്റ് 3, സ്ട്രീറ്റ് 4, സ്ട്രീറ്റ് 5 അങ്ങനെ ഈക്വൽ ആയിട്ട് ഡ്രോ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള ഈ റോഡിന് പാരലലായിട്ട് അപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ പാരലൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ സെയിം ഡിസ്റ്റൻസിൽ ഇങ്ങോട്ടേക്ക് റോഡ് ഡ്രോ ചെയ്യണം. സോ നമ്മുടെ പ്ലാൻ ഇവിടെ റെഡി ആയി കണ്ടോ. അപ്പൊ ഈ റോഡിന് പാരലലായിട്ട് റെഡ് ലൈൻ വരുന്നത് ഈസ്റ്റ് വെസ്റ്റിന് പാരലലും ബ്ലൂ കളർ ലൈന് നോർത്ത് സൗത്തിന് പാരലലുമായിട്ടായി. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇവിടെ കുറെ ക്രോസ് റോഡ്സ് അതായത് ക്രോസിങ്സ് വരുന്നുണ്ടല്ലേ. അതായത് ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മെയിൻ റോഡ്സ് തമ്മിൽ ഇവിടെ വെച്ച് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഈ സ്ട്രീറ്റ് 1 റോഡും ഈ സ്ട്രീറ്റ് 1 റോഡും ഇവിടെ വെച്ച് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ പോക്കറ്റ് റോഡ്സ് ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ഇവിടെ ക്രോസിംഗ് ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ക്രോസ് റോഡ്സ് ആണ്. ഈ കാണുന്ന മുഴുവൻ ക്രോസ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ബാക്കി നോക്കിയേ. There are many cross streets in your model. ഈ മോഡലിൽ ഇഷ്ടം പോലെ ക്രോസ് റോഡ്സ് കാണുന്നുണ്ട്. ഓക്കെ. A particular cross street is made by 2 streets, one running in the north-south direction and another in the east-west direction. നമ്മളൊരു പർട്ടിക്കുലർ ക്രോസ് റോഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെന്ന് എടുക്കാം. നമുക്ക് സപ്പോസ് ഇത് എടുക്കാം. ഈ ക്രോസ് റോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്രോസിംഗ് എങ്ങനെയാണ് വന്നേ? ഈ സ്ട്രീറ്റ് 1 ഇത് ഏത് ഡയറക്ഷനാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള സ്ട്രീറ്റ് 1ഉം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള സ്ട്രീറ്റ് 2 ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്തപ്പോഴാണ് ഇവിടെ ഈ ക്രോസ് റോഡ് ഉണ്ടായത്. അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഏത് പർട്ടിക്കുലർ ക്രോസ് റോഡ്സ് എടുത്തു കഴിഞ്ഞാലും അത് ഈ 2 ഡയറക്ഷനിലും പോകുന്ന സ്ട്രീറ്റ് റോഡ്സ് തമ്മിലായിരിക്കും ക്രോസ് ചെയ്ത് വന്നിരിക്കുക. ഈച്ച് ക്രോസ് സ്ട്രീറ്റ് ഈസ് റെഫേർഡ് ടു ഇൻ ദ ഫോളോവിങ് മാനർ. ഓരോ ക്രോസ് സ്ട്രീറ്റും നമുക്ക് ഇനി പറയുന്ന മോഡലിൽ നോക്കാം. If the second street running in the north-south direction, second street running north-south direction, north-south direction ഇതാണ് അതിലെ സെക്കൻഡ് സ്ട്രീറ്റ്. അപ്പൊ ഇതിന് പാരലായിട്ട് വരുന്ന സ്ട്രീറ്റ് വേണം കൺസിഡർ ചെയ്യാൻ അല്ലേ. നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്ട്രീറ്റ് നോർത്ത് സൗത്തിന് പാരലായിട്ട് വരുന്ന ഇതാണ് കേട്ടോ, ഈ ബ്ലൂ കളറ് സെക്കൻഡ് സ്ട്രീറ്റ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ബാക്കി നോക്കിയേ. And fifth in the east-west direction meet at some crossing. ഫിഫ്ത്ത് എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഏതാണ് ഫിഫ്ത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ? ഇതാണ് അല്ലേ.
ഇവിടുത്തെ ക്രോസ് വരുന്നത് ഇവിടെയാണ്. സെക്കൻഡ് സ്ട്രീറ്റ് നോർത്ത് വെസ്റ്റും നോർത്ത് വെസ്റ്റ് അല്ല, നോർത്ത് സൗത്തും പിന്നെ ഈസ്റ്റ് വെസ്റ്റ് വരുന്ന സ്ട്രീറ്റ് 5ഉം കൂടെ ക്രോസ് ചെയ്യുന്ന പ്ലേസ് ഇവിടെയാണ്. അതിനെ നമ്മൾ എങ്ങനെ വിളിക്കും? Then we will call this cross street 2-5. Using this convention, find how many crossroads street can be referred to as 4-3 and how many cross streets can be referred to as 3-4. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മോഡൽ എക്സാമ്പിൾ ആണ് ആദ്യം തന്നിരിക്കുന്നത്. അതായത് ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിലെ സെക്കൻഡ് സ്ട്രീറ്റും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലെ 5th സ്ട്രീറ്റും കൂടെ ജോയിൻ ചെയ്യുന്ന ക്രോസ് റോഡ് ഇവിടെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ 2-5 എന്ന് കൺസിഡർ ചെയ്യുന്നു. 2-5. ഓക്കെ, ഈ പോയിന്റ് 2-5. ഈ നമ്മളത് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ 1 ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ക്രോസ് സ്ട്രീറ്റ്സ് ക്യാൻ ബി റെഫേർഡ് ടു ആസ് 4-3. ഇതുപോലെ 4-3 എന്ന് പറഞ്ഞ് എത്ര ക്രോസ് റോഡ്സ് നമുക്ക് കാണാൻ പറ്റും? ഇപ്പൊ 4-3 എന്ന് പറയുമ്പോൾ 4 എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ 4 ആണ് കേട്ടോ. ഇത് നോർത്ത് സൗത്ത് പാരലായിട്ട് വരുന്ന 4th സ്ട്രീറ്റ് എടുത്തു. 4-3 എന്ന് പറയുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് പാരലായിട്ട് വരുന്ന 3rd സ്ട്രീറ്റ് എടുത്തു. ഇതാണ് 4-3. ഇനി 4-3 എന്ന് പറഞ്ഞാൽ ഈ ഒരു യുണീക്ക് പൊസിഷൻ മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ ഒരു പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ XY ഇങ്ങനെ ഒരു കോർഡിനേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുണീക്ക് ആയിരിക്കും, അത് ഒന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യൻ 2 സെയിം ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ക്രോസ് സ്ട്രീറ്റ്സ് ക്യാൻ ബി റെഫേർഡ് ആസ് 3-4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 3-4 എടുക്കുമ്പോൾ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിലെ 3rd സ്ട്രീറ്റ് എടുക്കുക, ഇത്. ഇനി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലെ 3-4 അല്ലേ, 4th എടുക്കുക. അപ്പൊ ഇതുകൊണ്ട് ഇത് ക്രോസ് ചെയ്ത് വരുന്ന സ്ഥലം ഇതാണ്, അതായത് 3-4. ഇവിടെ മാർക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മൾ 3-4 മാർക്ക് ചെയ്തു. ഇതും യുണീക്ക് ആണ്. ഈ 3-4 എന്ന് പറഞ്ഞ് നമുക്ക് വേറെ ഒരിടത്തും മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ 3-4 എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ക്രോസിംഗ് റോഡും യുണീക്ക് ആണ്, ഒരെണ്ണം ഉള്ളൂ. 4-3 എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ XY പ്ലെയിനില് പൊസിഷൻ എങ്ങനെ കാണിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പോയിന്റ് എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ഇനി ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ ഓർ XY പ്ലെയിൻ ഓർ കോർഡിനേറ്റ് പ്ലെയിൻ അല്ലേ, കോർഡിനേറ്റ് പ്ലെയിൻ. ഇവിടെ X ആക്സിസ് Y ആക്സിസ് ഉണ്ട്. X ആക്സിസിലെ കോർഡിനേറ്റ്സിനെ നമ്മൾ X കോർഡിനേറ്റ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഇനി അതിന് വേറൊരു പേര് കൂടിയുണ്ട്, അബ്സിസ. X കോർഡിനേറ്റിനെ എന്തുകൂടെ വിളിക്കും? അബ്സിസ എന്ന് വിളിക്കും. അതുപോലെ Y കോർഡിനേറ്റിനെ നമ്മൾ ഓർഡിനേറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഓർഡിനേറ്റ്. ഇനി നമ്മൾ കോർഡിനേറ്റ് എഴുതുമ്പോൾ അതും ലാസ്റ്റ് ഇയർ തന്നെ പഠിച്ചതാണ്. X കോർഡിനേറ്റ് അല്ലെങ്കിൽ അബ്സിസ ഫസ്റ്റും സെക്കൻഡ് Y കോർഡിനേറ്റ് ദാറ്റ് ഈസ് ഓർഡിനേറ്റ്, ORDINAT, ഓർഡിനേറ്റ് സെക്കൻഡ് എഴുതും. എപ്പോഴും നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ഇങ്ങനെ X കോർഡിനേറ്റ് അതായത് അബ്സിസ ഫസ്റ്റും സെക്കൻഡ് ആയിട്ട് Y കോർഡിനേറ്റ് അതായത് ഓർഡിനേറ്റ് സെക്കൻഡും ആയിട്ടാണ് എഴുതുന്നത്. എപ്പോഴും ഈ ഫോമിലാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ഒറിജിന്റെ കോർഡിനേറ്റ് 0-0 ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒറിജിന്റെ കോർഡിനേറ്റ് 0-0 ആണ്. അതായത് ഒറിജിന്റെ അബ്സിസ 0 ആണ്, ഓർഡിനേറ്റ് 0 ആണ്. X ആക്സിസിൽ നിന്ന് ഒറിജിന് മൂവ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. അതുപോലെ Y ആക്സിസിൽ നിന്നും ഒറിജിൻ മൂവ് ചെയ്ത് ഒരിടത്തും പോകുന്നില്ല. അതിന്റെ കോർഡിനേറ്റ്സ് 0-0 ആയിരിക്കും. ഇനി നമ്മൾ ഈ X ആക്സിസിലുള്ള പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ സൂചിപ്പിക്കുന്നത്? X ആക്സിസിലുള്ളത് സ്പെഷ്യലായിട്ട് ശ്രദ്ധിച്ച് കേട്ടോണം. X ആക്സിസിലുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മൾ ലാസ്റ്റ് ഇയറിൽ അതും പഠിച്ചതാണ്. ഇവിടെ 2 എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് പറഞ്ഞാൽ ഇതിന്റെ കോർഡിനേറ്റ്സ് പറയുമ്പോൾ X കോർഡിനേറ്റ് 2 ആണ്, Y കോർഡിനേറ്റ് ഈ ആക്സിസിലെ Y കോർഡിനേറ്റ് ഇതിന് നേരെ കറസ്പോണ്ടിങ് വരുന്നത് ഇവിടെ എത്രയാ Y കോർഡിനേറ്റ്? 0. അപ്പൊ ഇവിടെ 2-0 എന്നാണ് ഈ പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ X ആക്സിസിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിന്റെ Y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഏത് പോയിന്റ് X ആക്സിസിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിന്റെ Y കോർഡിനേറ്റ്
സീറോ ആയിരിക്കും. അതായത് ഈ എക്സ് ആക്സിസ് കടന്നു പോകുന്നത് എതിലെയാണ്? സീറോ എന്ന് പറഞ്ഞ വൈയുടെ പൊസിഷനിൽ കൂടിയാണ് അല്ലേ? അപ്പൊ അതിന്റെ ഹോം ഇങ്ങനെയായിരിക്കും, എക്സ് സീറോ. അതായത് വൈ കോർഡിനേറ്റ് ഈസ് ഓൾവേസ് സീറോ. സോ എക്സ് ആക്സിസിലുള്ള പോയിന്റ്സിന്റെ ഫോർമുല എക്സ് സീറോ എന്നായിരിക്കും. ദ സെയിം വേ വൈ ആക്സിസിലെ പോയിന്റ്സ് ആണ് പറയുന്നതെങ്കിൽ, വൈ ആക്സിസിൽ നമ്മൾ ഈ പോയിന്റ് ആണ് പറയുന്നതെങ്കിൽ ഇതിന്റെ എക്സ് എതിരെയാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എക്സിന്റെ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ സീറോയിൽ കൂടെയാണ് ഈ വൈ ആക്സിസ് പാസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫോം എന്ന് പറയുന്നത്, ഇതിന്റെ വൈ കോർഡിനേറ്റ് 4. അപ്പൊ വൈ കോർഡിനേറ്റ് അല്ലേ നമ്മൾ സെക്കൻഡ് അല്ലേ എഴുതണ്ടേ? എക്സ് കോർഡിനേറ്റ് നമ്മൾ ഫസ്റ്റ് എഴുതണമല്ലോ. എക്സ് കോർഡിനേറ്റ് എതിലെയാ പോകുന്നത്? സീറോയിൽ കൂടെ. സോ 0 4 എന്നാണ് ഈ ഈ വൈ ആക്സിസിലുള്ള ഈ പോയിന്റിന്റെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ വൈ ആക്സിസിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ കോർഡിനേറ്റ്സിന്റെ ഫോം 0y എന്നായിരിക്കും. 0y. അതായത് വൈ ആക്സിസ് എക്സ് ആക്സിസിലെ സീറോയിൽ കൂടെ പാസ് ചെയ്തു പോകുന്നു. സോ 0y. എക്സ് ആക്സിസ് വൈ ആക്സിസിന്റെ സീറോയിൽ കൂടെ കടന്നു പോകുന്നു. സോ എക്സിലെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ കോർഡിനേറ്റ്സ് ഈ ഫോമിലായിരിക്കും, എക്സ് 0 എന്ന ഫോമിലായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ 2 കോർഡിനേറ്റ്സ് എഴുതാൻ പോവാണ്. ഒന്ന് 5 2, നെക്സ്റ്റ് 2 5. അപ്പൊ ഇതൊന്ന് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എങ്ങനെ പോയിന്റ്സ് ഈ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുമോ നമുക്ക് നന്നായിട്ട് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തന്നോളാം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 5 2. ഈ 5 ഏത് ആക്സിസിലെ റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് ആക്സിസിലെ. ഇപ്പൊ എക്സ് ആക്സിസിൽ ഇവിടെ 5 ഇല്ല, ഞാൻ ഇവിടെ കൊടുത്തു കേട്ടോ. അപ്പൊ 5 വൈ ആക്സിസിലെ 2. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ, ഇങ്ങനെ വൈയുടെ 2 ഇങ്ങനെ വരും, എക്സിന്റെ വൈ ഇവിടെ വരും. അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് 5 2. മനസ്സിലായി എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഇപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചോളാം കേട്ടോ, എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഡോട്ടഡ് ലൈൻ എപ്പോഴും ഡ്രോ ചെയ്യണ്ട. ഫസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അറിയില്ലെങ്കിൽ ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മൾ റൂളർ ഇങ്ങനെ വെക്കുക, ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ റൂളർ വെച്ച് കറക്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് 2 5. എക്സിന്റെ 2 ഇവിടെ ഉണ്ടല്ലേ. ഇതാണ് എക്സിന്റെ 2, വൈയുടെ 5 ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് വൈ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വരുന്ന ഇതാണ് ഈ 2 5 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ കോർഡിനേറ്റ്സ് 5 2 ആണ്, ഇവിടെ 2 5 ആണ്. രണ്ടും സെയിം ആണ്, പക്ഷെ പോയിന്റ്സ് ഡിഫറെന്റ് ആണ്. അതായത് നമ്മൾ എക്സ് വൈ എന്ന കോർഡിനേറ്റ്സിനെ തിരിച്ച് വൈ എക്സ് എന്ന് എഴുതിയാൽ അത് ഒരിക്കലും ഈക്വൽ അല്ല. ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണ്. അതായത് രണ്ടും ഡിഫറെന്റ് പോയിന്റ്സ് ആണ്. എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ്. ഇപ്പൊ മനസ്സിലായല്ലോ, ഞാനിവിടെ സെയിം കോഡ്, അതായത് സെയിം നമ്പറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 5 2 എന്നും എടുത്തു, 2 5 എന്നും എടുത്തു. നമ്മളിവിടെ പോയിന്റ് മാർക്ക് ചെയ്തപ്പോൾ അത് രണ്ടും ഡിഫറെന്റ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് എക്സും വൈയും തിരിച്ചെഴുതി കഴിഞ്ഞാൽ അതൊരിക്കലും ഈക്വൽ അല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുക? ഈ കോർഡിനേറ്റ്സ് എഴുതുന്ന ഓർഡർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോർഡിനേറ്റ്സ് എഴുതുന്ന ഓർഡർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഓർഡേർഡ് പെയർ എന്ന് അതുകൊണ്ട് ഇതിനെ പറയും. എന്ത് പറയും? ഓർഡേർഡ് പെയർ. ഈ എക്സ് വൈ ഓർഡേർഡ് പെയർ ആണെന്ന് വെച്ചാൽ ഓർഡറിൽ എഴുതിയിരിക്കുന്ന പെയർ ആണ്. ഇത് ചേഞ്ച് ചെയ്താൽ ഇതിന്റെ ഇത് മാറിപ്പോയി, ഇതിന്റെ പൊസിഷൻ മാറി, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് മാറി അനദർ പോയിന്റ് ആയിട്ട് മാറി. അപ്പൊ ഇതിനെ നമ്മൾ എക്സ് വൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയർ. അപ്പൊ ഇവിടെ നമുക്ക് 5 2 എന്നും 2 5 എന്നും തന്നാല് ഇത് ഒരു ഓർഡേർഡ് പെയർ ആണ്, ഇത് ഒരു ഓർഡേർഡ് പെയർ ആണ്. അതായത് ഇവിടെ എക്സ് വൈ 5 ആണ്, ഇവിടെ വൈ ആണ് 2. ഇവിടെ എക്സ് ആണ് 2, ഇവിടെ വൈ ആണ് 5. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അത്ര മനസ്സിലായല്ലോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മള് 3 3 എന്ന് തരികയാണ്, അല്ലെങ്കിൽ 2 2 1 1 ഇങ്ങനെയൊക്കെ സെയിം എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആയിട്ടുള്ള പെയർ തരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനിവിടെ -3 വെക്കാം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു പോയതല്ലേ. അപ്പൊ -3 എന്ന് പറഞ്ഞ പോയിന്റ് രണ്ട് സെയിം കോർഡിനേറ്റ് ആണല്ലോ.
അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പോയി, ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് -3 -3. ഇത് എക്സും വൈയും തിരിച്ചും മറിച്ചും എഴുതിയാലും സെയിം ആണ്. അപ്പം എക്സ് വൈ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് വൈ എക്സ് എന്ന് കൊടുക്കാനായിട്ട് ഇതിനെ തിരിച്ചെഴുതിയാലും -3 -3 എന്ന് തന്നെയേ വരത്തുള്ളൂ. ഡിഫറൻസ് ഉണ്ടോ? ബിക്കോസ് എക്സ് ഈക്വൽ ടു വൈ, എക്സും വൈയും ഈക്വൽ ആണ്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് മാത്രം ഓർഡർ ചേഞ്ച് ചെയ്താലും മിസ്റ്റേക്ക് ഒന്നുമില്ല. എക്സ് വൈ എന്ന് പറയുന്നതും വൈ എക്സ് എന്ന് പറയുന്നതും സെയിം പോയിന്റ് തന്നെയായിരിക്കും. പക്ഷെ അത് എപ്പോഴാണ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആകുമ്പോൾ മാത്രം. അവിടെ ഈ കണ്ടീഷൻ ഉണ്ട്, ഇഫ് എക്സ് ഈക്വൽ ടു വൈ ദെൻ എക്സ് വൈ ഈക്വൽ വൈ എക്സ്. സോ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു വൈ. എക്സും വൈയും ഈക്വൽ അല്ലാത്ത സമയത്ത്, അതായത് ഇതുപോലെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഒരിക്കലും എക്സ് വൈ എന്നുള്ളത് വൈ എക്സും തുല്യമായിരിക്കില്ല. ഇത് ഓർഡേർഡ് പെയറാണ്. ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഓർഡറിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ 1 2 3 4 5 6 ഒരു ഓർഡറിലാണ് വരുന്നത്. നമ്മൾ 1 കഴിഞ്ഞ് 3 കഴിഞ്ഞാണോ 2 പറയുക? ഇല്ല, എപ്പോഴും 1 2 3 4 5 6 ആ ഓർഡറിലാണ്. അതുപോലെ ഈ കോർഡിനേറ്റ്സിൻ്റെ ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യുക. അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ വൈ ആണെങ്കിൽ എക്സ് വൈയും വൈ എക്സും ഈക്വൽ ആയിരിക്കും. കാരണം അവിടെ -3 -3 ആണ്, രണ്ടും ഈക്വൽ അല്ലേ. തിരിച്ചും മറിച്ചും എഴുതിയാലും ഈ ഒരൊറ്റ പോയിന്റിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. Now take your textbook, page number 60, exercise 3.2, question number 1. Okay, first question. Write the answer of each of the following questions. താഴെ 3 sub questions തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ആൻസർ നമ്മൾ എഴുതുക. First question. What is the name of horizontal and vertical lines drawn to determine the position of any point in the Cartesian plane? കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ ഡ്രോ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസിന് എന്ത് നെയിമാണ് പറയുന്നത്? ഹൊറിസോണ്ടൽ ആക്സിസിന് നമ്മൾ എന്ത് വിളിക്കും? എക്സ് ആക്സിസ്. വെർട്ടിക്കൽ ലൈന് വൈ ആക്സിസ്. ഓക്കെ, ആൻസർ ആയല്ലോ. ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. Now second question. What is the name of each part of the plane formed by these two lines? What is the name of each part of the plane formed by these two axes? These two axes എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈച്ച് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്. ഈ പാർട്സിനെ നമ്മളൊരു നെയിം വിളിക്കും. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. ക്വാഡ്രൻസ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയും. കോമൺ ആയിട്ട് ക്വാഡ്രൻസ് എന്ന് വിളിക്കും. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിന്റ് വേർ ദീസ് ടു ലൈൻ ഇന്റർസെക്ട്. ഈ ടു ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിന്റെ പേരെന്താണ്? ഒറിജിൻ. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0 0. ഓക്കെ, വെരി ഗുഡ്. Now next question 2. See figure 3.14 and write the following. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗർ 3.14 ഈ സൈഡിൽ തന്നിട്ടുണ്ട്. ഈ ഫിഗർ നോക്കിക്കൊണ്ട് ഇവിടെ 8 സബ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോർഡിനേറ്റ്സ് ഓഫ് ബി. ബിയുടെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി ഈ ഫിഗറിൽ എവിടെയാണ്? ഇവിടെയാണ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഫസ്റ്റ് നോക്കുക. അപ്പോൾ ബി പാസ് ചെയ്ത് പോകുന്നത് കണ്ടോ? -5. അതിൻ്റെ വൈ കോർഡിനേറ്റ് 3 ഉണ്ടോ? വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ, അതായത് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് എന്തുമാത്രം പൊക്കത്തേക്ക് പോയി. അതുപോലെ എക്സ് കോർഡിനേറ്റ് പറയുമ്പം ഈ വൈ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് എന്തുമാത്രം ഡിസ്റ്റൻസ് ഇത് മൂവ് ചെയ്തു എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എക്സ് കറസ്പോണ്ടിങ് ടു -5 ആൻഡ് വൈ കറസ്പോണ്ടിങ് ടു 2. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതണം? -5 2. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? -5 2. Now second question, the coordinates of C. അപ്പോൾ സി ഈ ഫിഗറിൽ എവിടെയാണ്? ഇവിടെയാണ്.
അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. സോ നമ്മൾ എക്സ് എപ്പോഴും ഫസ്റ്റ് എഴുതണം. സോ എക്സ് കറസ്പോണ്ടിങ് ടു 5, വൈ കറസ്പോണ്ടിങ് ടു -5. അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? നിങ്ങൾ ഇവിടെ എഴുതി വെക്കരുത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ അവിടെ എഴുതിയാൽ മതി. 5 -5. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഐഡൻറ്റിഫൈഡ് ബൈ ദ കോർഡിനേറ്റ്സ് -3 -5. ഇപ്പം -3 -5 ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ എഴുതണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ നിങ്ങളിതിൽ എഴുതി വെച്ചോട്ടോ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഓരോ പോയിൻറ്റ്സും ഏതാണ് കോർഡിനേറ്റ്സ് എന്ന് എഴുതുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. പെൻസിൽ കൊണ്ട് എഴുതാവുള്ളൂ, പേന കൊണ്ട് എഴുതരുത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാൻ വേണ്ടിയാണ് പേന യൂസ് ചെയ്യുന്നത്. ദ പോയിന്റ് ഐഡൻറ്റിഫൈഡ് ബൈ ദ കോർഡിനേറ്റ്സ് -3 -5. -3 എക്സ് ആക്സിസിൽ എവിടെ വരും? ഈ ഭാഗത്ത് വരും. -5 വൈ ആക്സിസിൽ താഴേക്ക്. അതായത് -3 -5 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോയിൻ്റാണ്, രണ്ടും മൈനസ് ആവുമ്പോൾ. ഇനി നമ്മൾ എക്സ് -3 വൈ -5, അപ്പോൾ ഏതാണ് പോയിൻ്റ്? ഇ. ഓക്കെ. നൗ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഐഡൻറ്റിഫൈഡ് ബൈ ദ കോർഡിനേറ്റ് 2 -4. 2 എക്സ് ആണ്, -4 വൈ ആണ്. 2 പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. 2 നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നോക്കി, വൈ നെഗറ്റീവ് ആയതുകൊണ്ട് താഴേക്ക് പോകുന്നു. വൈ എത്രയാണ്? -4. കണ്ടോ? ഇതാണ് 2 -4. ഏതാണ് പോയിന്റ്? ജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അബ്സിസ ഓഫ് ദ പോയിന്റ് ഡി. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. ഇതിൻ്റെ അബ്സിസ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ അബ്സിസ ഏതാണ്? അബ്സിസ ഇത് എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏതാണ്? 6 അല്ലേ? ഇതാണ് എക്സ് ആക്സിസ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 6 ആണ്. സോ ഇതിൻ്റെ അബ്സിസ എന്ന് പറയുന്നത് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് എച്ച്. ഇപ്പോൾ എച്ച് എന്നുള്ള പോയിന്റ് ഇവിടെ തേർഡ് ക്വാഡ്രൻറ്റിലുണ്ട്. അതിൻ്റെ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ കോർഡിനേറ്റ്. അപ്പോൾ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്, അത് -3. ഓക്കെ. Now next question, the coordinates of the point L. L എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ്. ഇപ്പോൾ L എവിടെയാണെന്നും ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? സോ എൽ ഏത് ആക്സിസിലാണ് വരുന്നത്? വൈ ആക്സിസിൽ. വൈ ആക്സിസിൽ 5ലാണ് എൽ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് 5 ആണ്. പക്ഷേ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എഴുതണ്ടേ? എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? അത് 0യിൽ കൂടെ, എക്സിൻ്റെ 0യിൽ കൂടെ പാസ് ചെയ്തു പോകുന്നു. അപ്പോൾ 0 5 ആണ് എല്ലിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, വൈ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ഏത് പോയിന്റ് എടുത്താലും അത് ഏത് ഫോമിലായിരിക്കും? 0 വൈ എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് 5 ആണ്, എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എം. എം എവിടെയാണ്? എം എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിൽ എം ഏത് പോയിന്റിലിരിക്കുന്നത്? -3. അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അത് 0യിൽ കൂടിയാണ് പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് -3 0. അതായത് എക്സ് ആക്സിസിൽ കൂടെ പോകുന്ന ഏത് പോയിന്റ് എടുത്താലും അത് ഏത് ഫോമിലായിരിക്കും? എക്സ് 0 എന്നുള്ള ഫോമിലായിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾക്ക് ഈസി ആയല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ നമ്മൾ പോയിന്റ്സ്, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനും അതുപോലെ കോർഡിനേറ്റ്സ് തന്നിട്ട് അത് ഏത് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കാനും, പിന്നെ അബ്സിസ ഓർഡിനേറ്റ് എഴുതാനും, അതുപോലെ എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ്, വൈ ആക്സിസിൽ വരുന്ന പോയിന്റ്, ഇതൊക്കെ എഴുതാനും അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത്, ഞാൻ ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറയാം. വീഡിയോ ആവുമ്പോൾ റെക്കോർഡാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും ആദ്യം മുതൽ കണ്ട് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ നിങ്ങൾ ഒന്നുകൂടെ കാണണം, 1 2 3 പ്രാവശ്യം ഇത് കണ്ട് മനസ്സിലാക്കണം കേട്ടോ. നൗ നെക്സ്റ്റ് ഈസ് പേജ് 65. ടേക്ക് പേജ് 65, എക്സസൈസ് 3.3. ക്വസ്റ്റ്യൻ നമ്പർ 1. In which quadrant or on which axis do each of the points -2 4, 3 -1, -1 0, 1 2 and -3 -5 lie? Verify your answer by locating them on the Cartesian plane. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നമുക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, പെയർ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഏത് ക്വാഡ്രന്റിൽ വരും?
ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ തേർഡിലാണോ ഫോർത്തിലാണോ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് മാത്രം പറയുക. അതെങ്ങനെയാണ് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് അത് പറയുക. എന്നിട്ട് വെരിഫൈ യുവർ ആൻസർ ബൈ ലൊക്കേറ്റിംഗ് ദം ഓൺ കാർട്ടീഷ്യൻ പ്ലെയിൻ. കാർട്ടീഷ്യൻ പ്ലെയിൻ അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ഡ്രോ ചെയ്ത് എന്നിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് ഫസ്റ്റ് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഏതാണ്? -2 4. -2 4 എവിടെ വരുമായിരിക്കും? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ക്വാഡ്രന്റ്? അതായത് ഫസ്റ്റില് പ്ലസ് പ്ലസ് ആണ്, സെക്കൻഡില് മൈനസ് പ്ലസ് ആണ്, തേർഡില് മൈനസ് മൈനസ് ആണ്, ഫോർത്തില് പ്ലസ് മൈനസ് ആണ്. അതിനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിപ്പിച്ചത്. സോ ഇവിടെ -2 4 എന്നാണ്. -2 4 എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രന്റില്. ഇനി നെക്സ്റ്റ് 3 -1. 3 -1. 3 പോസിറ്റീവ് ആണ്, -1 നെഗറ്റീവ് ആണ്. അപ്പൊ പ്ലസും മൈനസ് അവിടെ വരുന്നത് എക്സ് പ്ലസും വൈ നെഗറ്റീവ് ആയിട്ട് വരുന്നത് യെസ് ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് വൺ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, സെക്കൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -1 0. -1 0 എന്ന് വെച്ചാൽ എക്സ് 0 എന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. എക്സ് 0 അതായത് ഒരു ഇത് 0 ആയി പോയി കഴിഞ്ഞാൽ അത് ആക്സിസിലാണ് അത് വരുന്നത്, ആ പോയിന്റ് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങനെ എക്സ് ആക്സിസ് വൈ ആക്സിസും ഡ്രോ ചെയ്തു. അപ്പൊ എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് ഈ 0 വൈ വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ -1 വരിക. ഈ പോയിന്റ് ആണ് -1 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഇത് എവിടെയായിരിക്കും വന്നിരിക്കുക? ഓൺ ദ നെഗറ്റീവ് എക്സ് ആക്സിസ്. ഈ സൈഡിലേക്ക് പോകുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസ്, ദിസ് സൈഡ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ദിസ് ഈസ് പോസിറ്റീവ് വൈ ആക്സിസ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് വൈ ആക്സിസ്. സോ -1 0 ഓൺ ദ നെഗറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇവിടെ 0 വൈ 0 ആണ്. വൈ 0 ആയാൽ ആ പോയിന്റ് എക്സ് ആക്സിസിലാണ്. തിരിച്ച് എക്സ് 0 ആയാൽ ആ പോയിന്റ് വൈ ആക്സിസിലാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ നെക്സ്റ്റ് പോയിന്റ് 1 2. 1 2 എന്ന് പറഞ്ഞാൽ രണ്ടും പോസിറ്റീവ് അല്ലേ? 1ഉം പോസിറ്റീവ് ആണ്, 2ഉം പോസിറ്റീവ് ആണ്. രണ്ടും പോസിറ്റീവ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ആൻഡ് -3 -5 രണ്ടും നെഗറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് വരുന്ന ഏത് ക്വാഡ്രന്റ് ആണ്? തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഗ്രാഫ് ഡ്രോ ചെയ്ത് കാർട്ടീഷ്യൻ പ്ലെയിൻ ഡ്രോ ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് പോയിന്റ് -2 4. അപ്പൊ നമ്മൾ ആദ്യം ഗ്രാഫ് ബുക്കിൽ നടുക്ക് ഇതുപോലെ ഇങ്ങനെ ഡ്രോ ചെയ്ത് എക്സ് ആക്സിസും വൈ ആക്സിസും ഫുൾ ആയിട്ട് ഡ്രോ ചെയ്യണം. കഴിഞ്ഞ ഇയർ വരെ നമ്മൾ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും പോസിറ്റീവ് സൈഡ് മാത്രം, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ് ഡ്രോ ചെയ്തത്. ഇത് നമ്മൾ നടുക്ക് ഫുള്ളായിട്ട് ഡ്രോ ചെയ്യണം. അത് മിസ് കാണിക്കാം, ഗ്രാഫിൽ എങ്ങനെ ഡ്രോ ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയിരുന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ. ആദ്യത്തേത് -2. എക്സ് മൈനസ് വരണമെങ്കിൽ ഈ ആക്സിസിലാണ്. -2 4 എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് -2. ഇങ്ങനെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. -2 4 ഇതാണ് നമ്മുടെ പോയിന്റ്. -2 4 ഇതാണ് പോയിന്റ്. പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 3 -1. 3 പോസിറ്റീവ് ആണ്, -1 നെഗറ്റീവ് ആണ്, ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് റൂളറൊക്കെ വെച്ചിട്ട് ഇവിടെ കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് 3 -1. നെക്സ്റ്റ് -1 0. -1 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. അത് ഇതാണ്. 0 എന്ന് പറയുമ്പോൾ ഈ ആക്സിസിൽ തന്നെയാണ്. സോ ദിസ് ഈസ് -1 0. നെക്സ്റ്റ് 1 2. 1 2 എന്ന് പറയുന്നത് എക്സ് ആണ് 1. സോ എക്സ് ഇവിടെ 1. 2 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ വൈ ആക്സിസിൽ 2 ഇവിടെയാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കറക്റ്റായിട്ട് വരുന്നിടത്ത് വേണം പോയിന്റ് കൊടുക്കാൻ. 1 2. നെക്സ്റ്റ് -3 -5. -3 എക്സ് കോർഡിനേറ്റ്. -3 നിന്ന് താഴേക്ക് -5ലേക്ക് എത്തണം. നമ്മൾ റൂളറൊക്കെ യൂസ് ചെയ്ത് കറക്റ്റ് ആണോ നോക്കിയിട്ട് പോയിന്റ് കൊടുക്കാവുള്ളൂ. -3
-5. ഞാൻ ഈ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ വായിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുന്നുണ്ടല്ലോ അല്ലേ പോയിന്റ്സ് ഒക്കെ. ഇത് നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് -2 4 പറഞ്ഞത്. കറക്റ്റ് ആണല്ലോ. നെക്സ്റ്റ് 3 - 1 ഫോർത്ത് ക്വാഡ്രന്റിലാണ്. -1 0 നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. നെക്സ്റ്റ് വരുന്നത് 1 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. പിന്നെ വരുന്നത് -3 -5 തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതൊക്കെ ശരിയാണല്ലോ. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ബുക്കിൽ മിസ് ഡ്രോ ചെയ്തതാണിത്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കണ്ടോ, മിഡിലിൽ വരുന്നത് പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും ഡ്രോ ചെയ്യുക. അപ്പം മിസ് എങ്ങനെയാണ് ഇത് നടുവ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യുകയാണ്. 1 2 3 4 5 6. ഈ സൈഡിലേക്ക് 6 ഇതുപോലത്തെ ലൈൻ ഉണ്ട്. അതുപോലെ ഇവിടെ 1 2 3 4 5 6 ഉണ്ട്. അപ്പം മിഡിലിൽ വരുന്നത് ഇത് ടോട്ടൽ ഇങ്ങോട്ടുള്ള ലൈൻ 13 ലൈൻസ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ മിഡിലിൽ വരുന്ന 7th ലൈനിൽ ഡ്രോ ചെയ്തു വൈ ആക്സിസ്. അപ്പോൾ ഈ സൈഡിലേക്ക് നമുക്ക് 6 എണ്ണം കിട്ടും, ഈ സൈഡിലേക്ക് 6 കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ടോട്ടൽ 16 എണ്ണമാണുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ 8th ലൈനിൽ അല്ലെ 7th ലൈനിലോ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് എക്സ് ആക്സിസ് ഡ്രോ ചെയ്യുക. ബാക്കി നിങ്ങൾ കൊടുക്കാൻ അറിയാമല്ലോ. ഇത് ഓരോ യൂണിറ്റ് ആയിട്ട് എടുത്തിട്ട് 1 2 3 4 5 ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ്, താഴോട്ടും നെഗറ്റീവ് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് സ്കെയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വളരെ ഈസി ആയിട്ട് പോയിൻ്റ് ഡിനോട്ട് ചെയ്യാം. ഇപ്പം -2 4 ആണെങ്കിൽ എക്സിൻ്റെ -2 ഇവിടെ 4 കണ്ടോ. ഇങ്ങനെ ജസ്റ്റ് നമ്മൾക്കിതൊന്ന് വെറുതെ ഒന്ന് നോക്കി പോയിന്റ് ചെയ്താൽ മതി. അതുപോലെ -1 0 ആകുമ്പോൾ ഇതാണ് -1 0. -3 5 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ എക്സിലെ -3. അതെവിടെയാണ് വൈയിലെ -5 ആയിട്ട് ടച്ച് ചെയ്യുന്ന ക്രോസ് ചെയ്ത് പോകുന്ന ആ പോയിന്റ് അവിടെ പോയിന്റ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഈസി അല്ലേ, നമ്മൾ ഗ്രാഫ് ബുക്ക് യൂസ് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. Now question 2. Plot the points x, y given in the following table on the plane choosing suitable units of distance on the axis. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് വൈ ഒരു ബോക്സിൽ ഇവിടെ എക്സ് വൈ എന്ന് എഴുതിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ് -2 ആകുമ്പോൾ വൈ 8 ആണ്. അതായത് -2 8 എന്നാണ് ആ കോർഡിനേറ്റ്. അതുപോലെ എക്സ് -1 ആകുമ്പോൾ വൈ 7 ആണ്. അപ്പം -1 7 അതാണ് ആ കോർഡിനേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് 0 -1.25, നെക്സ്റ്റ് 1 3, അതിനുശേഷമുള്ളത് 3 -1. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഗ്രാഫ്, അതുപോലെ തന്നെ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ആ ഒരു താഴോട്ട് എത്ര എണ്ണം വേണമെന്നുള്ള അനുസരിച്ച് നമുക്ക് ഈ ആക്സിസ് താഴോട്ട് മാറ്റി മുകളിലോട്ട് കയറ്റിയൊക്കെ ഡ്രോ ചെയ്യാം കേട്ടോ. അതായത് നെഗറ്റീവ് നമ്പറുകൾ കുറച്ച് മതിയെങ്കിൽ ഈ എക്സ് ആക്സിസ് ഇച്ചിരി താഴോട്ട് ഡ്രോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് -2 8 ആണ്. അപ്പം -2 ഇവിടെയാണ് വരുന്നത്. വൈ +8 ആണ്. അപ്പോൾ കണ്ടോ ഇങ്ങനെ പോകുന്നു. 8ന് നേരെ ഇവിടെ ഡോട്ട് ചെയ്തു. നെക്സ്റ്റ് -1 7. അപ്പം അത് നെഗറ്റീവ് -1 പോസിറ്റീവ് വൈ -1 7 കാണുന്നുണ്ടല്ലോ. നെക്സ്റ്റ് 0 -1.25. 0 എന്ന് പറയുമ്പോൾ അത് വൈ ആക്സിസിലാണ് വരുന്നത്. എക്സ് ആണ് 0. അപ്പോൾ വൈ ആക്സിസിലാണ് ഈ കോർഡിനേറ്റ് വരുന്നത്. ഇനി -1.25 എന്ന് പറഞ്ഞാൽ -1ന് ശേഷം കുറച്ച് താഴോട്ട് മാറ്റി ഈ ഒരു ചെറിയ ലൈൻ ഡോട്ട് എന്ന് പറയുന്നത് 1.5നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 1.5നും 1നും മിഡിലായിട്ട് ഇത് ഡ്രോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 1 3 എന്ന് പറയുമ്പോൾ x1 y3. സോ ദിസ് ഈസ് ദ പോയിന്റ്. നെക്സ്റ്റ് 3 -1. 3 എന്ന് പറയുന്ന പോസിറ്റീവ്, -1 y എന്ന് പറയുമ്പോൾ താഴോട്ട്. ഇതാണ് -1 3 -1. അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നു. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് ഒന്നിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൂടാതെ ഇപ്പം നമുക്ക് ജസ്റ്റ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക, പോയിന്റ് കണ്ടുപിടിക്കുക, ഇതെല്ലാം റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പം അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റി വെക്കാനായിട്ട് അതിനകത്തില്ല. കാരണം നമ്മൾ പോയിന്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചാൽ അത് അവിടെ എങ്ങനെയാണെന്ന് പ്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വരച്ച് ചേർക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്തെടുത്തത്. പിന്നെ നിങ്ങൾ 2-3 പ്രാവശ്യമായിട്ട് വീഡിയോ കണ്ട് നന്നായിട്ട് ഇത് തറവാക്കി വെക്കുക. ഗ്രാഫ് ഡ്രോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കരുത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് 65 സമ്മറി ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് മെയിൻ പോയിന്റ്സ്
പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. First one, to locate the position of an object or a point in a plane, we require two perpendicular lines. One of them is horizontal and the other is vertical. നമുക്ക് ഒരു പ്ലെയിനിൽ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതലത്തിൽ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ ടു ലൈൻസ് ആവശ്യമാണ്, ടു പെർപെൻഡിക്കുലർ ലൈൻസ് ആവശ്യമാണ്. ഒരെണ്ണം ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിരിക്കണം, മറ്റേത് വെർട്ടിക്കൽ ആയിരിക്കണം. സെക്കൻഡ്, the plane is called the Cartesian or coordinate plane and the lines are called the coordinate axis. നമ്മൾ പറഞ്ഞല്ലോ ആ പ്ലെയിനിനെ കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ, അല്ലെങ്കിൽ ഒരു പേര് കൂടെ നമ്മൾ പഠിച്ചായിരുന്നു XY പ്ലെയിൻ എന്ന് വിളിക്കും. അതുപോലെ ആക്സിസിനെ നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് എന്ന് വിളിക്കും. തേർഡ്, the horizontal line is called the x-axis and the vertical line is called y-axis. ഓക്കെ ആണല്ലോ. ഫോർത്ത്, the coordinate axis divide the plane into 4 equal parts. അതിനെ എന്താ വിളിക്കുക? Quadrants. Now fifth, the point of intersection of the axis is called the origin. അതറിയാമല്ലോ, രണ്ട് ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഒറിജിൻ. Now sixth, the distance of a point from the y-axis is called its x-coordinate or abscissa. അതായത് വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. വൈ ആക്സിസിൽ നിന്നുള്ള ആക്സിസ് ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞായിരുന്നു, ഇതാണ് വൈ ആക്സിസിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാറിപ്പോകുന്നതാണ് ഈ എക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ് ആണ് എക്സ് കോർഡിനേറ്റ് ഓർ അബ്സിസ. അതുപോലെ ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ എക്സ് ആക്സിസ് ഈസ് കോൾഡ് വൈ കോർഡിനേറ്റ് ഓർ ഓർഡിനേറ്റ്. അതായത് ഇവിടെ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോകുമ്പോഴാണ് വൈ പൊക്കത്തേക്ക് പോകുന്നതില്ലേ. അപ്പൊ ഇതിനെ നമ്മൾ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്ന് വിളിക്കും. ഇതിനെ നിങ്ങൾ എത്ര വലിയ കാര്യമാക്കി ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമ്മൾ പഠിച്ചു വെച്ച പോലെയാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എക്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് വൈ, അത്ര ഓർത്താൽ മതി. നെക്സ്റ്റ് 7, the abscissa of a point is x and the ordinate is y, then xy are called the coordinates of the point. Okay, now question 8, sorry, next point 8. The coordinates of a point on the x-axis are of the form x0 and the point on the y-axis are 0y. അതായത് എക്സ് ആക്സിസിലുള്ള കോർഡിനേറ്റ്സ് x0 എന്ന ഫോമിലും വൈ ആക്സിസിലുള്ള കോർഡിനേറ്റ്സ് 0y എന്നുള്ള ഫോമിലും ആയിരിക്കും. 9, the coordinates of the origin are 0 0 and 10, the coordinates of the points are of the form plus plus in the first quadrant, minus plus in the second quadrant, minus minus in the third quadrant and plus minus in the fourth quadrant, where plus denotes a positive real number and minus denotes the negative real number. നമ്മൾ പറഞ്ഞു പോയതല്ലേ. And last one, if x not equal to y, then xy not equal to yx, and if xy equal to yx, if x equal y. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു xy not equal to yx if x not equal to y. x കോർഡിനേറ്റും y കോർഡിനേറ്റും സെയിം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓർഡർ ഓഫ് പെയർ മാറ്റി എഴുതിയാൽ അതും സെയിം അല്ല. അതുപോലെ എക്സ് ഈക്വൽ ടു വൈ, ദെൻ എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ്, ബിക്കോസ് ബോത്ത് ആർ ഈക്വൽ. സോ നമ്മൾ ഓർഡർ മാറ്റി എഴുതിയാലും സെയിം ആണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ സമ്മറി. ഓക്കെ, സോ ദിസ് ചാപ്റ്റർ ഈസ് കംപ്ലീറ്റഡ്. നിങ്ങൾക്ക് തരുന്ന നോട്ടിന്റെ കൂടെ തന്നെ ഈ സമ്മറിയും കൂടെ ടെക്സ്റ്റിൽ നോക്കി നോട്ടിന് ശേഷം ഒന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ഞാൻ നോട്ടിലേക്ക് എഴുതി തരാത്തത് സമ്മറി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, അപ്പോൾ നിങ്ങളൊന്ന് 1 by 1 ആയിട്ട് നോക്കി എഴുതുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ഇന്ന് തന്നെ വീഡിയോ കണ്ട് ഇന്ന് തന്നെ ഡൗട്ട്സ് ക്ലിയർ ആക്കി നോട്ട് എഴുതി പഠിക്കണം. ഓക്കെ, താങ്ക് യു.